உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலைந்து என்னுயிரே நான் உன்னை துதிப்பேன் என்னுயிரே நான் உன்னை തുതിപ്പേൻ. ഹായ്, എൻ്റെ പേര് നിക്കിറ്റ ട്രസി ജോർജ് ആലഞ്ചേരി. ഇഷ്ടമുള്ളവർ എന്നെ നിക്കി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ്. തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ഭാവിയിൽ നല്ലൊരു കേസൊക്കെയുള്ള വക്കീലാവാനാണ് ഇഷ്ടം. എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പയും അമ്മയും അനിയത്തിയും എൻ്റെ ഈശോയും കൂടുന്ന ഒരു ചെറിയ സന്തുഷ്ട കുടുംബമാണ് എൻ്റേത്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, ഒത്തിരി വർത്തമാനം പറയാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പിന്നെ ചിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ അപ്പ എപ്പോഴും പറയും എനിക്ക് ഇങ്ങനെ ഇത്രയും വർത്താനം പറയല്ലേന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ചിരിച്ച് വർത്താനം പറഞ്ഞ് എനർജറ്റിക് ആയിട്ട് നടക്കണതാണ് ഇഷ്ടം. ഉണർവ് എല്ലാം എനിക്ക് ദയാ ഉലകമെല്ലാം മറക്കുതയ്യാ ഉണർവ് എല്ലാം എനിക്ക് ദയാ என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலைந்து என்னுயிரே நான் உன்னை துதிப்பேன் என்னுயிரே நான் உன்னை துதிப்பேன். ഹായ്, എൻ്റെ പേര് ബ്ലസി റാഫേൽ. വീട്ടിലാരും അറിയാമെന്ന് വിളിക്കും. എൻ്റെ വീട് കോട്ടയത്താണ്. ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂർ നാരായണ ഹൃദയാലയയിൽ BSc റെസ്പിറേറ്ററി കെയർ ടെക്നോളജിയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ പപ്പ, മമ്മി, വല്യമ്മച്ചി, ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഹോബീസ് കുറേശ്ശെ പാട്ടൊക്കെ എഴുതുക, സമയം കിട്ടുവാണെങ്കിൽ അത് കമ്പോസ് ചെയ്യുക നല്ല നേരമാണെങ്കിൽ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക എന്നാണ്. എനിക്കിഷ്ടപ്പെട്ട എന്ത് കാര്യം ഞാൻ കണ്ടാലും ഞാനപ്പോൾ ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ ഒന്നൊരു സെൽഫി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ വളർന്നത് എൻ്റെ പപ്പയുടെ കൂടെ നിന്നാണ്. എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോയിരുന്നതും എൻ്റെ കൂടെ എപ്പോഴും നല്ലൊരു ഫ്രണ്ടായിട്ടിരുന്നത് എൻ്റെ പപ്പയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പപ്പ തന്നെയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. സർവദാ വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടണമേ മധുരം നിന്നാമം പാവനം നീല നീലവാനിലേതോ
പേര് നിമിഷ അന്ന. ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. ഞാൻ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. നാട് ശരിക്കും ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, ചേച്ചിയുണ്ട്. എനിക്കൊരു റിസർച്ചർ ആവാനാണ് ആഗ്രഹം. എൻ്റെ ഹോബീസ്, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, ക്രാഫ്റ്റ് ഇഷ്ടമാണ്, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടാക്കി വന്ന എല്ലാം ചോക്ലേറ്റ് കേക്ക് വന്ന് നിൽക്കും. പിന്നെ ചേച്ചിയായിട്ട് തല്ല് പിടിക്കുന്നതാണ് എൻ്റെ ബെസ്റ്റ് ഹോബി. ഞങ്ങൾ നല്ലപോലെ തല്ല് പിടിക്കും. ചെറിയ ചെറിയ കാര്യമായിരിക്കും. എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകും, അതൊക്കെ തന്നെയായിരിക്കും മെയിൻ കാര്യം. പിന്നെ എല്ലാവരും പറയാറുണ്ട് എൻ്റെ പുറമേ നിന്ന് കാണാൻ ഭയങ്കര പാവമാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ വലിയൊരു സംഭവമാണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. ഞാനിങ്ങനെയാണ്. മനോഹരമായ ഒരു ദിവസത്തിലൂടെയാണ് നാം കടന്നുപോയത്. കാരണം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു 3 മുത്തുകളെ, 3 പവിഴമുത്തുകളെ. തമ്പുരാൻ്റെ സ്നേഹം ആവോളം ഹൃദയത്തിലും ജീവിതത്തിലും ആസ്വദിച്ച് സ്വർഗത്തിൽ നിന്ന് നൽകിയ കഴിവുകളെല്ലാം ഈ ജീവിതത്തിൽ ഉപയോഗിച്ച് മറ്റുള്ളവർക്കായി അത് ഉപയോഗിക്കുന്ന 3 യുവ മനസ്സുകളെ, നികിത ട്രെസി, നിമിഷ അന്ന, ബ്ലെസ്സി റീഫിൽ. തീർച്ചയായും ഈ 3 വ്യക്തികളും നാളെയുടെ പ്രതീക്ഷകളാണ്, പ്രതീകങ്ങളാണ്. ഇന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്നത്തെ യുവ മനസ്സുകൾ തീർച്ചയായും സമൂഹത്തിലേക്ക് കൈനീട്ടുന്ന ചൂണ്ടുവിരലുകളാണ് നിങ്ങൾ. ഒന്ന് ചോദിക്കട്ടെ, നിമിഷയോട് തന്നെ ചോദിക്കട്ടെ ആദ്യം. നിമിഷ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ആയിരിക്കുന്ന കലാലയത്തിലും സമൂഹത്തിലും എല്ലാം വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു മിടുക്കി.
എന്തുകൊണ്ടാണ് നിമിഷ ഇങ്ങനെ ചെയ്യുന്നത്? പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ്. എനിക്ക് എപ്പോഴും പാടാൻ ഇഷ്ടമാണ്. ഈശോ തന്നൊരു കഴിവാണ് എനിക്ക് പാടുക എന്നുള്ളൊരു വരം. അപ്പം ഈശോയുടെ നന്ദിക്ക് വേണ്ടി, ഈശോയെ മഹത്വപ്പെടുത്തി ഈശോയ്ക്ക് വേണ്ടി പാടാനാണ് എനിക്കിഷ്ടം. ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് അവരുടെ കഴിവുകൾ എങ്ങനെ അവരുടെ തന്നെ പ്രശസ്തിക്ക് ഉപയോഗിക്കാം എന്നതാണ്. അവിടെയാണ് ഇതുപോലെ വ്യത്യസ്തമായ ഒരു ഉത്തരം നിമിഷ നമുക്ക് തരുന്നത്. ബ്ലെസ്സി ഇന്ന് ഒരു റെസ്പിറേറ്ററി തെറപ്പിസ്റ്റായി അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു മെഡിക്കൽ ഫീൽഡാണ് അല്ലേ? അവിടെ ശുശ്രൂഷയ്ക്ക്, സർവീസിന് വലിയൊരു പ്ലേ ഉണ്ട്. സ്വന്തം കഴിവുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു വ്യക്തിക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം പകർത്തു നൽകാനായി താങ്കളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? എന്തിന്? ഈ ഒരു ചെറിയൊരുവനിൽ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് തമ്പുരാൻ ബൈബിളിൽ പറയുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് കാണുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിലും ആരാണെങ്കിലും അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മൾക്ക് മുമ്പിൽ സഭ എക്സാമ്പിൾസായി കാണിച്ചിട്ടുള്ള വിശുദ്ധരും ചെയ്തത്. നിക്കിത വേറൊരു വ്യക്തിയുടെ ശബ്ദമായി മാറാനായി തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ചാലഞ്ചാണ്. കാരണം സ്വന്തം പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരിക്കലും തീരാത്ത വ്യക്തികളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. അവിടെയാണ് നിക്കിത വ്യത്യസ്തയാവുന്നത്. അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നില്ലേ? എൻ്റെ ഒരു കാര്യത്തിൽ, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ LLB ഞാൻ പ്ലാൻ ചെയ്ത് തിരഞ്ഞെടുത്തൊരു ഒരു പ്രൊഫഷൻ അല്ല. തമ്പുരാൻ കൊണ്ടിട്ടതാണ്. അതെ. എനിക്ക് 12th കഴിഞ്ഞപ്പോൾ ഈശോ തന്നെ തന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ എല്ലാവരും എന്നിൽ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഐ തിങ്ക് ഇറ്റ്സ് എ പ്ലസ് പോയിന്റ്. വർത്താനം പറയാമെന്നുള്ളൊരു കഴിവാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഇതുപോലൊരു സർവീസ് എൻ്റെ ഈ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്കത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൂടാ എന്നുള്ളത് ഞാൻ ഒന്ന് ചിന്തിച്ചു. ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. മുഴുവനായിട്ടില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. എൻ്റെ കഴിവ് കൊണ്ടല്ല, അത് ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഈശോ പ്രേരിപ്പിച്ചു. അത് ഞാനൊരു യെസ് പറഞ്ഞു. ആ ഒരു യെസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ കർത്താവ് ഓരോ വഴിക്ക് തന്നെ നടത്തുന്നതാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഇങ്ങനെ യെസ് പറഞ്ഞ ഒരു വ്യക്തിയെയാണ്. ഒരു സാധാരണക്കാരിയായിരുന്ന ഒരു വ്യക്തി പറഞ്ഞ യെസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനുഷ്യത്വത്തിൻ്റെ, ഹ്യൂമാനിറ്റിയുടെ ഫുൾ റൂൾ തന്നെ മാറ്റിയത് മാതാവ്. അമ്മ ഒരു യെസ് പറഞ്ഞപ്പോൾ വളരെ സാധാരണമായി തീരുമായിരുന്ന ഒരു ജീവിതം വളരെ വിശുദ്ധമായി സാക്ഷാൽ മിശിഹായുടെ വരവിനായി തമ്പുരാൻ ഒരുക്കി. ഒരുപക്ഷെ ഇങ്ങനെ വലിയ ഒരുക്കങ്ങൾക്കായി വിളിക്കപ്പെട്ടവരായിരിക്കാം നാം എല്ലാവരും. അന്ന് അങ്ങ് ദൂരെ നിന്ന് 3 രാജാക്കന്മാരെത്തി ഉണ്ണീശോയെ കാണാൻ. അതുപോലെ ഇന്ന് ഉണ്ണീശോയെ വരവേൽക്കാൻ 3 അതിഥികളാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. പൊന്നും മീറയും കുന്തിരിക്കവുമായി ഇന്ന് ഉണ്ണീശോയുടെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ്, ഈ ലോകത്ത് നാം എവിടെ ആയിരിക്കുന്നോ അതാണ് കാലിത്തൊഴുത്ത്. കാരണം അവിടെയാണ് ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ളത്. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന വരികൾ, കാലികൾക്ക് നടുവിൽ നീ പിറന്നുവല്ലോ, എൻ കുറവുകൾക്ക് നടുവേ പിറന്നിടുമോ. നമുക്കൊരുമിച്ച് ആ ഒരു ഗാനം ആലപിക്കാം. പിറന്നിടുമോ
ഗുഡ് മെമ്മറീസ് കം ഫ്രം ഗുഡ് മൊമെൻറ്റ്സ് എന്നാണല്ലോ പറയുന്നത്. ഇന്ന് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ തുടക്കം കുറിച്ച, തിരി തെളിയിച്ച ഒരു നന്മയുണ്ട്. എന്നാൽ ഈ നന്മ നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടതുമല്ല. അത് പകർത്ത് നൽകേണ്ടതാണ്, പകർന്നു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരിടത്തേക്ക് നമുക്കും യാത്ര തിരിക്കാം, അല്ലേ? കാരണം ഈശ്വരൻ നൽകിയ, ദൈവം നൽകിയ ഈ കഴിവുകൾ തീർച്ചയായും നമുക്ക് മാത്രമുള്ളതല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടിയത്രേ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പോകുന്നു ഒരു പുതിയ അനുഭവത്തിലേക്ക്, സാക്ഷാൽ ബെത്ലഹേമിലേക്ക്. നമ്മളൊക്കെ ഓരോ കൊല്ലവും ഉണ്ണീശോയെ വരവേൽക്കാൻ വീടുകളിൽ പുൽക്കൂടൊരുക്കി ഉണ്ണീശോയുടെ ചെറിയ സ്റ്റാച്ചു ഒക്കെ വെച്ച് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ യാത്ര സാക്ഷാൽ ബെത്ലഹേമിൽ സാക്ഷാൽ ഉണ്ണീശോയെ ദർശിക്കാനും ആരാധന അർപ്പിക്കാനുമാണ്. എന്നാൽ ഈ ബെത്ലഹേമിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു ഉണ്ണീശോയല്ല, ഒരുപാട് കുഞ്ഞുണ്ണീശോമാർ. എന്നാൽ പിന്നെ താമസം എന്തിനാ അല്ലേ? നമുക്ക് വേഗം ചെല്ലാം ആ പുൽക്കൂട്ടിലേക്ക്, ബെത്ലഹേമിലേക്ക്. അങ്ങനെ പ്രോമിസ് ചെയ്ത ബെത്ലഹേമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് അന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയുടെ അതേ സ്നേഹം തുളുമ്പുന്ന ഒരു ആംബിയൻസ്, ഒരു അറ്റ്മോസ്ഫിയർ. ഒരു പക്ഷേ ഈ ഒരു അനുഭവം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു പുതിയൊരു അനുഭവമായിരിക്കാം. ബ്ലെസ്സി ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം കാണുമ്പോൾ ബ്ലെസ്സിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മക്കളെയൊക്കെ കാണുമ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നുന്നത്. കാര്യം ഇവർക്ക് എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഈവൻ ഫുഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യവും, ഡ്രസ്സ്, ഫുഡ് എന്തൊരു ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സ് തുറക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യം ഞാനൊരു ഒറ്റ മോളായിട്ട് വളർന്നതാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നമ്മുടെ പേരൻസിനോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും, അതുപോലെ ഫ്രണ്ട്സിനോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ഒരു ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ആരോടെങ്കിലുമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ചേച്ചിമാരാ, എത്ര അനിയത്തിമാരാ, ഒരുപാട് ഫ്രീഡം ഇവർക്ക് ഇവിടെ കിട്ടുന്ന കാര്യം. അവരതുപോലെ എല്ലാം മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇതുപോലൊരു അനിയത്തി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, അതാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അതുമാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യം അത് തന്നെയാണ്, പ്രാർത്ഥിക്കാം. എന്നും പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കാൻ പറ്റും. അതെ, ബ്ലെസ്സി പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ നിസ്വാർത്ഥമായി തങ്ങളുടെ ജീവിതം കൊണ്ട്, ജീവിതത്തിൽ തമ്പുരാൻ നൽകിയ എല്ലാ കഴിവും സ്നേഹവും എല്ലാം ഉപയോഗിച്ച് സാക്ഷാൽ അമ്മയെ പോലെ, മാതാവ് ഉണ്ണീശോയെ പരിചരിച്ച പോലെ പരിചരിക്കുന്ന ഒരു അമ്മയും ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ അമ്മ സിസ്റ്റർ, എവിടെ നിന്നാണ് സിസ്റ്ററെ ഈ ഊർജം ഇത്രേ നിസ്വാർത്ഥമായി ഒരു പരിധിയില്ലാതെ ഇവരെ സ്നേഹിക്കുന്നത്? ദിവസേന ഞങ്ങൾ ആരാധന നടത്തും. അപ്പം അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഊർജ്ജം കിട്ടുന്നത്. കാരണം എല്ലാ ദിവസവും പ്രോബ്ലംസൊക്കെ ഉണ്ടാവുമല്ലേ പിള്ളേരുടെ കൂടെ ആകുമ്പോഴത്തേക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ദൈവം എന്ന് ഒരു ഇതില്ലെങ്കിലും നമുക്ക് ഒരിക്കലും അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇവരെല്ലാം നക്ഷത്ര കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവരെ നമുക്കൊരിക്കലും സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ശരിക്കും ഓരോ കുഞ്ഞിലും നിങ്ങൾ സാക്ഷാൽ തമ്പുരാനെയാണ് കാണുന്നത് അല്ലേ? ശരിക്കും ശരിയാണ്. ഇവരുടെ ഓരോരുത്തരുടെ മുഖത്ത് ഓരോ ഉണ്ണീശോയുടെ ഒരു ഛായ നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് ഇവരെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല. ചെയ്യുന്നതെല്ലാം ഒരു ദിവ്യ അനുഭവമായി മാറും. അങ്ങനെ ഒരു അനുഭവം തീർച്ചയായും ഇവിടെ നിങ്ങൾ ആദ്യമായി വരുമ്പോൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ടാവും. നിമിഷക്കുട്ടി, ഒന്ന് പറയൂ, എന്താണ് നിമിഷയ്ക്ക് തോന്നുന്നത്? എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഇതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, അമ്മയെപ്പോലെ നോക്കുന്ന ഇവരുടെ സിസ്റ്റർ അമ്മേനെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ ഇവരെ കാത്ത് ഇവരെ പരിപോഷിക്കുന്ന, ഇവർക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകുന്ന ഇവിടെയുള്ള അമ്മമാരുടെ പ്രതിനിധി ഈ അമ്മ. മറ്റുള്ളവരുടെ ശബ്ദമായി മാറാൻ തീരുമാനമെടുത്തൊരു വ്യക്തിയാണ് നിഖിത. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അപ്പം നിഖിതയ്ക്കും ഉണ്ടാവും എന്തെങ്കിലും പറയാൻ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും ഈശോ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ
ഇവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് തന്ന ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശരിയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് തോന്നുന്നു നമുക്ക് കോമണായി തമ്പുരാൻ തന്നേക്കുന്ന ഒരു കഴിവാണ്, ഒരു ഇഷ്ടമാണ് സംഗീതത്തോടുള്ള സ്നേഹം. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടായാലോ? ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം